ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു റാൻഡം ഡേറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ഡേറ്റിംഗ് വേറെ ആരുടെയും കൂടെ അല്ല, എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ കുട്ടീൻ്റെയും കൂടെയാണ് ഗൈസ്. നമ്മൾ അതൊരു ജ്വല്ലറിക്കാണ് പോയത്. അപ്പോൾ ഈ ജ്വല്ലറിയിൽ ചേട്ടന്മാർ കാൽക്കുലേറ്ററിൽ കുത്തി കളിക്കണ കാണാൻ നല്ലൊരു രസമല്ല ഗൈസ്. എനിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിൽ അവരെന്താ ചെയ്യണം, എന്താ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇവൻ ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പഴയ സ്വർണ്ണം അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ വള തന്നാൽ നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. മമ്മൂന് ഗിഫ്റ്റ് കിട്ടിയ വളമാണ് കേട്ടോ. അതിൽ കോപ്പർ കണ്ടൻറ്റ് നല്ല കൂടുതലായിരുന്നു. അപ്പോൾ അതിന് റീസെയിൽ വാല്യൂ കുറയുമല്ലോ. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ പാദസരമാണ്. അത് മുറിഞ്ഞപ്പം അതും കൂടെ മാറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ. അപ്പം ഇവൻ ഇവിടുത്തെ പ്ലേ ഏരിയ ഒക്കെ രണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അലമ്പ് പരിപാടിയായിരുന്നു പുള്ളിക്കാരൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വർണ്ണത്തിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് അടുത്തന്നെയുള്ളൊരു ബേക്കറിയിൽ കയറി. നമ്മൾ അത്ര പ്രതീക്ഷ വെക്കാണ്ടാണ് കയറിയത്. പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നെഹൽ ബേക്സ് ആണ് ഷോപ്പ് ഉണ്ടായിരുന്നത്. ഫുഡ് ഓർഡർ ചെയ്ത് വരുന്ന സമയം കൊണ്ട് അവനൊരു ലിച്ചി ഡ്രിങ്കൊക്കെ കുടിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് തന്നു. സാധാരണ അങ്ങനെ തരാറില്ല. ഇവിടുത്തെ ഷവർമ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മളെ പൊന്നാനിയിൽ ഷവർമയിൽ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. ഇവിടുന്ന് പൊന്നാനിയിൽ ഫസ്റ്റ് ടൈം ആട്ടോ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ടിട്ട് ഷവർമ കിട്ടണം. പിന്നെ ഞാൻ വാട്ടർ മെലനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജ്യൂസായിട്ട്. പിന്നെ വാപ്പച്ചീൻ്റെ മധുരമില്ലാത്ത പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചു. അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. മധുരമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ വത്തക്ക ജ്യൂസ് പകുതി മുക്കാലും ഇവനാട്ടോ കുടിച്ചത്. ഇനി വീട്ടിൽ വന്നിട്ട് ഞാനൊരു സാഡ് റീൽ എടുക്കാനുള്ളൊരു പുറപ്പാടില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സാഡായിട്ട് തോന്നുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലുമായിട്ട് തോന്നുന്നുണ്ടോ? കുറച്ച് സങ്കടം വന്ന് ഏതെങ്കിലും നല്ലൊരു പാട്ടാണ് പാടുക, ആ സങ്കടമാണ് മാറ്റുക, അത്ര ഉള്ളോ. ഒരു മരിച്ചു പോയാൽ തിരിച്ചു വരില്ല, മനസ്സിലായോ? അലയാടി മനസ്സിൽ മുറിവേറ്റ സിംഹം പോൽ ഈ യാത്ര തേങ്ങി ഞാനലയും കാടുകളിൽ. കണ്ടോ, ഇപ്പം സങ്കടം പോയില്ലേ? സംഭവം സാഡ് ഉദ്ദേശിച്ച് കോമഡി ആയി പോയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ മമ്മൂനായിട്ടുള്ള മമ്മൂൻ്റെ ടൈമാണ് കേട്ടോ. മോനെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനുമുള്ള ടൈമാണ്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രിയായിട്ടുണ്ട്. പോയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ തലയിൽ ലവ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണിങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞിട്ടും ഒക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.